ഭരണഘടനാ പദവിയിൽ ഇരിക്കുന്നവരോട് കാണിക്കേണ്ട പെരുമാറ്റ മര്യാദകളുണ്ട്, ചട്ടങ്ങളുണ്ട്. പക്ഷേ അധികാരസ്ഥാനത്തിരിക്കുന്നവർ തിരിച്ചു പുലർത്തേണ്ട മാന്യതയെക്കുറിച്ച്, പെരുമാറ്റത്തെക്കുറിച്ചൊക്കെ മുഖ്യമന്ത്രി ഇന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഗവർണർ ഇന്ന് പറയുന്നത് അധിക സുരക്ഷ വേണമെന്ന് താൻ ആവശ്യപ്പെട്ടിട്ടില്ല. സെന്ററിന് ഒരുപക്ഷേ ലാക്ക് ഓഫ് കോൺഫിഡൻസ് തോന്നിക്കാണാം കേരള പോലീസിൽ അല്ലെങ്കിൽ സംസ്ഥാനത്ത് ഗവർണർക്ക് ഏർപ്പെടുത്തുന്ന സുരക്ഷയിൽ. ഇപ്പോൾ Z+ കാറ്റഗറി, CRPF അതെല്ലാം ഗവർണർ റോഡിലേക്ക് ഇറങ്ങിയതിനു ശേഷം പൊടുന്നനെ വരികയാണ്. സംസ്ഥാനത്തെ പോലീസ് സംവിധാനം നല്ലതാണെന്ന് ഈ CRPF വന്നതിന് ശേഷം ഗവർണർ പറയുന്നുമുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഗവർണർ ഉദ്ദേശിക്കുന്നത് എന്താണ്? അഡ്വക്കേറ്റ് സമ്പത്ത്. ഞാൻ അഭിഭാഷകൻ കൂടിയായ ശ്രീ അനന്തപത്മനാഭനോട്, വി ആർ ഫ്രം ദ സെയിം പ്രൊഫഷൻ, അപ്പോൾ എൻ്റെ ലേണഡ് ബ്രദറിനോട് ഞാൻ എല്ലാ സ്നേഹബഹുമാനങ്ങളും നിലനിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ. നമ്മുടെ സംസ്ഥാനത്തെ ഇന്നത്തെ ഗവർണറായിരിക്കുന്ന ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ 22ാമത്തെ ഗവർണറാണ് ഈ സംസ്ഥാനത്തെ. അദ്ദേഹം ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നതായ കുറേ നാടകങ്ങളുണ്ട്. എല്ലാ ദിവസവും അദ്ദേഹത്തിൻ്റെ പേര് പത്രങ്ങളിൽ അച്ചടിച്ച് വരിക, എല്ലാ ദിവസവും അദ്ദേഹം വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുക, നമ്മുടെ ഇതുപോലുള്ള ചർച്ചകളിലെല്ലാം അദ്ദേഹത്തിൻ്റെ പേര്, ചിത്രങ്ങൾ, അദ്ദേഹത്തിൻ്റെ നടത്ത, ഇരിപ്പ്, അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ ഇങ്ങനെയെല്ലാം വരിക എന്നുള്ളത്. അപ്പോൾ ഇത് സംബന്ധിച്ച് അദ്ദേഹം നടത്തിയിട്ടുള്ള കാര്യങ്ങൾ, നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഭരണഘടനാ വിരുദ്ധവും നിയമവിരുദ്ധവുമാണ്, ചട്ടവിരുദ്ധവുമാണ്, സാമാന്യ നീതിക്ക് നിരക്കുന്നതല്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ BJP നേതാക്കൾക്കും RSSൻ്റെ പ്രവർത്തകർക്കും നോവുന്നു എങ്കിൽ ഈ തിരുവനന്തപുരം ഭാഷയിൽ, ഈ റിപ്പോർട്ടർ TV-യിൽ ഞാനിപ്പോൾ ഇരിക്കുന്നത് ഇവിടെ ഈ തിരുവനന്തപുരത്ത് തൈക്കാടാണ്, ഞങ്ങളുടെ ഒരു ചൊല്ലുണ്ട്, അങ്ങത്തയ്ക്ക് സ്വന്തം കാവൽ നായയ്ക്ക് നൊന്താൽ അങ്ങത്തയ്ക്ക് നോവും. മനസ്സിലായില്ലേ? യജമാനൻ്റെ കാവൽ നായയ്ക്ക് നൊന്ത് ആ കാവൽ നായ അങ്ങനെ ഒരുപക്ഷെ ഓരിയിടുന്നു എങ്കിൽ യജമാനന് നോവും എന്നുള്ളത് പോലെ ഈ യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ഒരു ഏജൻ്റായി മാത്രം കേരളത്തിലേക്ക് പ്രവർത്തിക്കുന്ന ആളിന് ഇത്തരത്തിൽ താനാണ് സർവാധികാരി, ആരാണ് ഇവിടെ അധികാരി, ഞാനാണ് ഇവിടെ അധികാരി എന്നുള്ള നിലയിലേക്കൊക്കെ അദ്ദേഹം പെരുമാറാൻ തുടങ്ങിയാൽ അതെല്ലാം കഷ്ടമെന്നല്ലേ പറയാൻ കഴിയുള്ളൂ. നമ്മുടെ സംസ്ഥാനത്ത് മാത്രമല്ല, വിവിധ സംസ്ഥാനങ്ങളിൽ നിരവധി വ്യക്തിത്വങ്ങൾ, പ്രഗത്ഭരായിട്ടുള്ളവർ അല്ലാത്തവർ ഒക്കെ ഗവർണർമാരായി വന്നിട്ടുണ്ട്. ഗവർണർ പദവിയെ സംബന്ധിച്ച് പിന്നീട് നമുക്ക് റിപ്പോർട്ടർ ചാനലിൽ നല്ലൊരു ചർച്ച തന്നെ നടത്തുന്നതും നല്ലതായിരിക്കും. കാരണം ഇപ്പോൾ ജനങ്ങൾ ഇതിനെ സംബന്ധിച്ച് കൂടുതൽ ചർച്ച ചെയ്യുന്ന കാലമാണ്. ഈ നമ്മുടെ ഭരണഘടനയുടെ 6ാം ഭാഗത്തിലെ ആർട്ടിക്കിൾ 153 മുതൽ 162 വരെയുള്ള ആ അനുച്ഛേദങ്ങളിലൊക്കെ തന്നെ ഒരു കാര്യം ഗവർണർ പദവിയെ സംബന്ധിച്ച് പറയുന്നില്ല. 35 വയസ്സായിരിക്കണം, ഇന്ത്യൻ പൗരനായിരിക്കണം ഒക്കെ പറയുന്നുണ്ട്. പക്ഷേ സ്ഥിരബുദ്ധി ഉണ്ടായിരിക്കണം എന്നൊരിടത്തും പറയുന്നില്ല. അതാണിപ്പോൾ ഒരു കഷ്ടം എന്നുള്ളത്. ഇപ്പോൾ കുട്ടികൾ, വിദ്യാർത്ഥി സംഘടനകൾ അവർ ഗവർണർക്കെതിരെ കരിങ്കൊടി കാണിക്കുന്നു, അതുകൊണ്ട് ഞാൻ പ്രതിഷേധിക്കുന്നു എന്നാണ് ഒരു ഗവർണർ തീരുമാനിക്കുന്നതെങ്കിൽ താങ്കൾ ഉൾപ്പെടെയുള്ളവരുടെ, നമ്മുടെ ഈ പ്രേക്ഷകരുടെ അറിവിലേക്ക് വേണ്ടി ഞാൻ പറയാം. സഹബ് MA ബേബി CPIMൻ്റെ ഇന്ന് പോളിറ്റ് ബ്യൂറോ അംഗമാണ്. അദ്ദേഹം പഴയ വിദ്യാർത്ഥി നേതാവാണ്. SFIയുടെ അഖിലേന്ത്യാ പ്രസിഡൻ്റായിരുന്നു. ഞാൻ ഈ തൊട്ടപ്പുറത്ത് ഗവൺമെൻറ് ആർട്സ് കോളേജിലെ മാഗസിൻ എഡിറ്ററായിരിക്കുമ്പോൾ ഇന്ത്യയുടെ പ്രസിഡന്റിനെ വിമാനത്താവളത്തിലേക്ക് പോകുന്ന വഴിയിൽ അദ്ദേഹം കരിങ്കൊടി കാട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തോടൊപ്പം ഏതാനും ചില വിദ്യാർത്ഥികൾ മാത്രമാണ് കരിങ്കൊടി കാട്ടിയത്. ഡൽഹി പോലീസിൻ്റെ ക്രൂരമായ മർദ്ദനത്തിന് വിധേയമായി. അന്ന് ഇന്ത്യയുടെ പ്രസിഡന്റ് ഈ അശോക ചക്രം, അശോക സ്തംഭത്തിൻ്റെ മുദ്രയെല്ലാമുള്ള സൗമ്യമായ 3 സിംഹങ്ങളാണല്ലോ ഇന്നത്തെ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്ന ക്രൗര്യതയുള്ള സിംഹങ്ങളല്ല. അശോക സ്തംഭത്തിലെ സൗമ്യതയാർന്ന, സഹിഷ്ണുതയുള്ള, സ്നേഹമസൃണമായിട്ടുള്ള ആ സിംഹങ്ങളുടെ അടയാളമാണല്ലോ രാഷ്ട്രപതിയുടെ വാഹനം. രാഷ്ട്രപതി വാഹനം നിർത്തിയില്ല, ഇറങ്ങിയില്ല. തൻ്റെ അംഗരക്ഷകരോട് ഇറങ്ങി ഇത് വണ്ടി നിർത്താൻ പറഞ്ഞിട്ട് വിദ്യാർത്ഥികളെ നേരിടാനായിട്ട് അവരാരും ഇറങ്ങിയില്ല. ഈ 1982-87 കാലത്ത് ശ്രീ K. കരുണാകരൻ കേരളത്തിലെ മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്ത് വിദ്യാഭ്യാസ കച്ചവടത്തിനെതിരായിട്ടുള്ള വലിയ പ്രക്ഷോഭങ്ങൾ കേരളത്തിൽ നടക്കുന്ന കാലത്ത് ഇന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുന്ന V. ശിവൻകുട്ടി ഉൾപ്പെടെയുള്ള 33 ആൺകുട്ടികൾ, ഞാൻ അതിലെ ആ കേസിലെ ഒരു പ്രതിയാണ്. IPC 124 ആണ് എടുത്തിട്ടുള്ളത്. IPC 124-ൽ A, B അങ്ങനെ പല, അത് നമ്മൾ 124-നെ സംബന്ധിച്ച് മുമ്പ് ചർച്ച നടന്നിട്ടുള്ളത് ഈ രാജ്യദ്രോഹ കുറ്റം, സെഡിഷൻ, അത് അലിജി ചെയ്യുന്നതിന് വേണ്ടി മാത്രമാണ്. പക്ഷേ അത് മാത്രമല്ല, ഇന്ത്യൻ പ്രസിഡന്റിനെയോ അതുപോലെ ഏതെങ്കിലും സംസ്ഥാനത്തെ ഗവർണറെയോ അവരുടെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുന്നു, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് പോലീസ് FIR അതിലിടാറുള്ളത്. ഇല്ല, ഈ കരിങ്കൊടി കാണിച്ചു, ഞാനല്ല എങ്കിൽ എൻ്റെ വീടിൻ്റെ മുമ്പിൽ ഞാനൊരു ബാനർ അദ്ദേഹം പോകുമ്പോൾ എടുത്ത് കാണിച്ചു എന്നുള്ളത് കൊണ്ടെല്ലാം ഈ 124 എല്ലാം അങ്ങനെ അലിജി ചെയ്യുക, FIR ചാർജ് ചെയ്യുക എന്നൊക്കെ
എന്നുള്ളത്. ശ്രീ പി രാമചന്ദ്രനായിരുന്നു അന്ന് ഗവർണർ. അദ്ദേഹം പങ്കെടുക്കുന്ന ഒരു പരിപാടി തിരുവനന്തപുരത്ത് കാർത്തിക തിരുനാൾ തിയേറ്ററിലാണ് നടക്കുന്നത്. അദ്ദേഹം പരിപാടിക്ക് വരുമ്പോൾ ഞങ്ങൾ 33 ആൺകുട്ടികളും 15 പെൺകുട്ടികളും എഴുന്നേറ്റ് മുദ്രാവാക്യം വിളിച്ചു, ഞങ്ങൾ കരിങ്കൊടി കാണിച്ചു, ഞങ്ങൾ അറസ്റ്റ് ചെയ്തു. അത് സ്വാഭാവികമായ ഒരു നോൺ ബെയിലബിൾ ഒഫൻസ് ആണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പോയത്. ദിവസങ്ങളോളം സബ് ജയിലിൽ കഴിയേണ്ടി വന്നു. മജിസ്ട്രേറ്റ് കോടതിയിൽ ജാമ്യം തന്നില്ല, സെഷൻസ് കോടതിയിൽ ജാമ്യം തന്നില്ല, ഹൈക്കോടതി വരെ പോകേണ്ടതായിട്ട് വന്നു. ശരി, അങ്ങനെ ഞങ്ങൾ തടവിൽ കഴിഞ്ഞു. ഓക്കെ, ഇപ്പം ഞാനൊന്ന് ചോദിക്കട്ടെ, ഇനി ഐ ആം ദ കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇദ്ദേഹം നാളെ CRPFന്റെ അകമ്പടിയോടുകൂടി തിരുവനന്തപുരത്ത് മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് നേരിട്ട് വരികയാണ്. ഇവിടെ ഈ കുട്ടികളുടെ മേൽ SFIക്കാരാകട്ടെ മറ്റാരുമാകട്ടെ, ഇത് ഇവിടെ ഇപ്പോൾ ശ്രീ അനന്തപത്മനാഭൻ പറഞ്ഞത് ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്നാണ്. പ്രവർത്തകരായിട്ടുള്ള ABVP പ്രവർത്തകർ പല ആളുകളും അന്നത്തെ ഗവർണർമാർക്കെതിരായി അത്തരത്തിൽ പ്രകടനവും കരിങ്കൊടി പ്രകടനവും നടത്തിയൊന്നും മറന്നു പോകരുതേ, അതുകൂടി മറന്നു പോകരുത്. ഇപ്പോൾ മജിസ്ട്രേറ്റ് കോടതിയിൽ ചെന്നിട്ട് നമ്മുടെ ഗവർണർ പറയുകയാണ്, എനിക്ക് ഇപ്പോൾ ഇവരെ ശിക്ഷിക്കണം, ബിക്കോസ് ഐ ആം ദ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ്. ഗവർണർ ഒരു മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് ചെന്ന് കയറിയാൽ സ്വാഭാവികമായി മജിസ്ട്രേറ്റ് എഴുന്നേറ്റ് നിൽക്കേണ്ടതായിട്ട് വരും, സെഷൻസ് കോടതിയിലെ ജഡ്ജി എഴുന്നേറ്റ് നിൽക്കേണ്ടതായിട്ട് വരും. അതൊക്കെ ശരിയാണ്. You are watching Reporter Evening Show.